ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് കഴിഞ്ഞ കൺവേർജൻ ന്യൂസിൽ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെ കൺവേർജൻ ഡൈവേർജൻ ന്യൂസിൽ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നതാണ്. സെയിം മെത്തേഡ് തന്നെ. ഇനീഷ്യലി പി നോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ് ആണ്. പി നോട്ട് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി നമ്മൾ റിസർവറിലുള്ളത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. റിസർവറിൽ നിന്ന് സെക്കൻഡ് കണ്ടീഷനാണ് വരുന്നത്. സോ അവിടെ നിന്ന് ചാമ്പറിലേക്ക് എത്തുമ്പോൾ ചാമ്പർ പ്രഷർ പി ബി ആവുന്നു, എക്സിറ്റ് പ്രഷർ പി ഇ. ഓക്കെ, ഫ്ലോ ഈസ് ഹാപ്പനിങ് ഫ്രം കൺവേർജൻ ഡൈവേർജൻ ന്യൂസ്. സോ കൺവേർജൻ ഡൈവേർജൻ ന്യൂസിലോട്ട് വരുമ്പോഴുള്ള ഫിഗറാണ് സെയിം മെത്തേഡ് തന്നെ. ഈ പ്രഷർ ഈസ് 1 to 0. ഇവിടെ 0 ഉണ്ട്, 1 to 0 ആണ്. സോ വെൻ ദർ ഈസ് എ ഫ്ലോ ഹാപ്പനിങ്, ഇനീഷ്യലി ആദ്യം ഉണ്ടാകുന്ന കാര്യങ്ങൾ എ ബി സി ഡി. ഇവിടെ സിയിലാണ്, അവിടെ ഡി സംഭവിച്ച കാര്യം ഇവിടെ സി സംഭവിക്കുന്നു. അവിടെ ഡിയിൽ എന്ത് സംഭവിച്ചു? ഡി critical pressure ratio shown in curve D. Critical pressure ratio is shown in curve D. So here it is given in curve C. After C വരെ എന്ത് സംഭവിക്കുന്നു? There is no chamber pressure കുറഞ്ഞു വരികയാണ്. chamber pressure നമുക്ക് കുറക്കാം by reducing the exhaust valve. പ്രഷർ കുറക്കല്ല, എല്ലാം ഒരുമിച്ച് കുറയാണ് അല്ലേ, മൊത്തത്തിൽ ഒരുമിച്ച് കോൺസ്റ്റന്റ് വാല്യൂ ഒരു അതന്നെയാണ് 40 ഡിഗ്രി കർവ് നമുക്ക് കിട്ടുക. ഇങ്ങനെ ഒരു കർവ് കിട്ടണമെങ്കിൽ എന്താണ്, രണ്ടും ഒരുപോലെ മാറണം. അപ്പൊ അങ്ങനെ കാണണമെങ്കിൽ രണ്ട് ഒരേ ചേഞ്ചിലൂടെ കുറഞ്ഞു വരികയാണ് ഇവിടെ വരെ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ വരെ. അതിന്റെ അപ്പുറത്തോടെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പുറം സംഭവിക്കുന്നത് താഴോട്ട് വരുമ്പോൾ സെയിം ലൈനിൽ തന്നെ കോൺസ്റ്റന്റ് വരും. അവിടെ നിന്ന് അങ്ങോട്ട് എക്സിറ്റ് പ്രഷറാണ് കുറയുന്നത്, ചാമ്പർ പ്രഷർ പിന്നെ കുറയുന്നില്ല. ആഫ്റ്റർ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ chamber pressure is not reducing. Exit pressure is reducing. Exit pressure is reducing and mass flow rate equal to constant. Initially mass flow rate equal to 0. When the pressure is reducing by opening the valve, the mass flow rate is increasing up to a level at critical pressure ratio. Up to a level at critical pressure ratio. Thereafter, when we are decreasing the reducing the valve and by decreasing the pressure, there is no change in mass flow rate. The mass flow is not increasing thereby, but the exit pressure P is reducing. Exit pressure P is reducing. So exit pressure P കുറഞ്ഞു വരുന്നതാണ് താഴോട്ട് കാണിക്കുന്നത്. കുറഞ്ഞു വന്നിട്ട് ഒരു ചില പോയിന്റ് എത്തുമ്പോൾ എന്താ എഫക്റ്റ് കുറക്കാൻ പറ്റും. അവിടെ ഷോക്ക് വേവ് കുറവുണ്ടാവും, ഒരു ഷോക്ക് വേവ് ഉണ്ടാവും. ഷോക്ക് ഉണ്ടായിട്ട് അത് പിന്നെയും ഇതിലേക്ക് മാക് നമ്പർ ഈ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ കഴിഞ്ഞ് വരുന്ന സാധനമൊക്കെ സൂപ്പർസോണിക് ഫ്ലോ ആണ്. സൂപ്പർസോണിക് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ വരെയാണ് സബ്സോണിക് ഫ്ലോ. അത് കഴിഞ്ഞാൽ സൂപ്പർസോണിക് ഫ്ലോ ആയി. സൂപ്പർസോണിക് ഫ്ലോയിലേക്ക് പോകും, അധികം പോകില്ല. ഒരു പോയിന്റ് എത്തുമ്പോൾ അതൊരു അവിടെ നിന്ന് അതിനൊരു ഇത് സംഭവിക്കും. അതിനൊരു ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഡിസ്കണ്ടിന്യൂസ് ഫ്ലോ സംഭവിക്കും. അവിടെ ഒരു സംഭവം സംഭവിച്ചിട്ട് ഒരു ഷോക്ക് വേവ് ഉണ്ടാവും. ഷോക്ക് വേവ് ഉണ്ടായിട്ട് തിരിച്ചത് മാക്സിമം റെസ്റ്റേമളിലേക്കാണ് തിരിച്ചു വരും. ഡി കർവ് ബി കർവ്. അത് കഴിഞ്ഞിട്ട് എക്സിറ്റ് പ്രഷറിന്റെ കഴിഞ്ഞിട്ട് പിന്നെയും ഗ്രാഫിലാണ് ഇത്. ജി എന്നുള്ള കർവ് ഒരു മാറി പറ്റില്ല. ജി ഇങ്ങനെ വന്ന് ഒറ്റ കർവായിരിക്കുന്ന പോവാണ്. അപ്പൊ ജീനെ പറഞ്ഞ പേരാണ് ഡിസൈൻ കർവ്. ഡിസൈൻ കർവ്. ഓൾ ഓഫ് ദ കർവ്സ് ആർ നോൺ ആസ് ഓഫ് ഡിസൈൻ കർവ്. It is a continuous acceleration process. Continuous acceleration process happening from a curve G. So it is known as design curve. Acceleration ഇങ്ങനെ പോവാണ്. സി വരെ ആക്സലേഷൻ ആണ്, പക്ഷെ സിക്ക് ശേഷം ആക്സലേഷൻ വരുന്നത് ജി കർവിൽ മാത്രമാണ്. So it is known as design curve. All of the curves are known as off design curves. Okay, off design curves. So in this figure we can see so many curves are there, A, B, C, D, E, F, G, H. So some curves are known as off design curves and single curve is known as design curves. Also you can see the graph shown in here, that A, B, C, D. For A, B, C, D, the same graph we have for convergent nozzle is given as mass flow rate is reducing, mass flow is a value for 1. So mass flow rate is increasing from a point, and the initially mass flow rate is 0. Is 0 line and pressure is 1. But when we are reducing the valve, reducing the pressure by opening the valve, the mass flow is increasing and pressure ratio is decreasing. About a point C vare. C mass flow rate is constant. There is no change in mass flow rate. When we again reducing the pressure,
when we again open the valve. So ആ ഒരു സംഭവത്തിന് പറഞ്ഞ പേരാണ് choking in isothermal flow. It's very important term if they asking for any university examination or a theory. Choking in isothermal flow. What is known as choking in isothermal flow? Choking in isothermal flow is given as when back pressure is reduced. Back pressure is reduced. Back pressure means pressure inside the chamber. When back pressure is reduced by opening the valve, the mass flow is increases. Right? Initially, mass flow increases to a point at critical pressure ratio. We again reducing the pressure. We again trying to reducing the back pressure after critical pressure ratio. There is no change in mass flow. It is kept in constant. This concept is known as choking in isothermal flow. When mass flow rate is constant after the critical pressure ratio, we are trying to decrease the back pressure. Our critical pressure കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാനൽ മാസ് flow മാറില്ല. CKAG choking in isothermal flow. So ഇവിടെ കൊടുത്തിരിക്കുന്ന ഫിഗർ നോക്കിയാൽ പറഞ്ഞു 45 ഡിഗ്രി ABCD E ഗ്രാഫ് ABCD E വരെ 45 ഡിഗ്രി കേർവ്സ് ആണ്. ABCE ഇവിടെ വരെ ഈ കർവ്, വിച്ച് മീൻസ് അവിടെ ബാക്ക് പ്രഷർ കുറഞ്ഞാലും രണ്ടും ഒരേപോലെ കുറയുന്നത്. ചാനൽ പ്രഷറും ഇനീഷ്യൽ പ്രഷറും ഒരുപോലെ കുറഞ്ഞു വന്നു. ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ ആ എഫ് എന്നുള്ള പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ എക്സിറ്റ് പ്രഷറാണ് കുറയുന്നത്. എക്സിറ്റ് പ്രഷർ പിന്നെ പെട്ടെന്ന് കുറഞ്ഞു. അതാണിത്. ഈ പോയിന്റ് ശേഷം എക്സിറ്റ് പ്രഷർ എക്സിറ്റ് പ്രഷർ കുറഞ്ഞു, ചാനൽ പ്രഷർ കുറയുന്നില്ല, എക്സിറ്റ് പ്രഷർ മാത്രം കുറയുന്ന കണ്ടീഷനാണ് ഈ ശേഷം. അതുകൊണ്ടാണ് അത് ഡിസ്കണ്ടിന്യൂസ് വന്നിട്ട് പിന്നെ അത് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. This is known as, ഇപ്പോൾ എന്താണ് ചോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ വരച്ചിടണം. ഇതാണ് ഈ ഫിഗർ ഗ്രാഫ് വരച്ചിടണം. ആഫ്റ്റർ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ there is no change in mass flow rate is kept constant. This is known as choking in isothermal flow. So these are the theory portions for related to choking and flow through nozzle under varying pressure ratios. So എന്താണ് flow through nozzle in varying pressure ratios? You want to explain for both convergent nozzle and for convergent divergent nozzle also. Convergent nozzle and convergent divergent nozzle also. Okay. സോ എവിടെയാണ് മാസ് ഫ്ലോ റേറ്റ് മാക്സിമം വാല്യൂ ഉണ്ടാവുക നിങ്ങൾക്ക് ഊഹിക്കാലോ. എവിടെയായിരിക്കും? അപ്പോൾ ഒരു ഫ്ലോ എടുത്തു കഴിഞ്ഞാൽ ഫോർ എ കൺവേർജൻ നോസിൽ ഓർ കൺവേർജൻ ഡൈവേർജൻ നോസിൽ എനി ഫ്ലോ യു ക്യാൻ പ്രെഡിക്ട് ദ വാല്യൂ ഫോർ എ മാക്സിമം ഫ്ലോ റേറ്റ്. മാക്സിമം ഫ്ലോ റേറ്റ് എവിടെ ഉണ്ടാവുക? ക്രിട്ടിക്കൽ വാല്യൂ ആയിരിക്കും അല്ലേ? അത് ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ എത്തുന്ന പോയിന്റിലായിരിക്കും എന്തുണ്ടാവുക? ക്രിട്ടിക്കൽ പോയിന്റ് എന്നുള്ള പോയിന്റാണ് മാസ് ഫ്ലോ റേറ്റ് ഈസ് കോൺസ്റ്റന്റ്. അത് ത്രോട്ടാണ്. നമ്മളെ ഫിഗർ വരയ്ക്കാൻ കിട്ടുന്ന ത്രോട്ടിന്റെ ഏരിയ ഉണ്ടല്ലോ, ആ ത്രോട്ടിന്റെ പോയിന്റ് ആണ് ആ സ്റ്റാർ കണ്ടീഷൻ വരുന്ന പോയിന്റ്. അവിടെയാണ് എപ്പോഴും ത്രോട്ടിലാണ് മാസ് ഫ്ലോ റേറ്റ് എപ്പോഴും ഹയർ മാക്സിമം വാല്യൂ ഉണ്ടാവും. ഓക്കെ, ആ ഒരു കാര്യം മനസ്സിലുണ്ടാവും എപ്പോഴും. മാസ് ഫ്ലോ റേറ്റ് ഈസ് കോൺസ്റ്റന്റ് അറ്റ് ത്രോട്ട്. മാസ് ഫ്ലോ ഈസ് കോൺസ്റ്റന്റ് അല്ല, മാക്സിമം and m dot maximum is at throat. Dot maximum is at throat. ശേഷം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ കുറയാം. So moving to next topic, or we can do a problem related to this topic, or theory ne parayanda problem കൂടി ചെയ്യാം നമുക്ക് ഈ മൊഡ്യൂൾ ഇത് വൈൻഡ് അപ്പ് ചെയ്യാം. So please write down a problem. A reservoir of infinite size. A reservoir of infinite size maintains air with a density of
with a density of 1.12 kilogram per meter cube. 1.12 kilogram per meter cube. 1.12 kilogram per meter cube. With a velocity of sound. With a velocity of sound. With a velocity of sound in reservoir. Velocity of sound in reservoir is measured as a reservoir of infinite size maintains air with a density of 1.12 km per meter cube. With a velocity of sound in reservoir is measured as 500 meter per second. 500 meter per second. 500 meter per second. Determine first one. A part. The value of maximum mass flow rate. The value of maximum mass flow rate. The value of maximum mass flow rate through a nozzle of 1 centimeter diameter. 1 centimeter diameter. Throat diameter 1 centimeter ആകുമ്പോൾ നോസിലോട്ട് പാസ് ചെയ്യുന്നതിൻ്റെ മാക്സിമം മാസ് ഫ്ലോ റേറ്റ്. ത്രോട്ട് കൂട്ടി ആയിരിക്കുമല്ലോ എന്തായാലും. ആ 1 മീറ്ററുള്ള ത്രോട്ട് ആണെങ്കിൽ അതോട് പാസ് മാക്സിമം മാസ് ഫ്ലോ എത്രയായിരിക്കും എന്നാണ് ചോദ്യം. And B part, you want to find pressure, temperature at the throat. Pressure and temperature at the throat for this mass flow rate. Mass flow rate. So here question is asking that a reservoir of infinite size maintains air with a density of 1.12 kilogram. Reservoir എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. A reservoir of infinite size maintains air. അപ്പോൾ reservoirനുള്ള എയർ ഡെൻസിറ്റി നമ്മൾ വിളിക്കുന്നത്. So it is rho or rho naught. What is it? Rho or rho naught? Rho or rho naught? Rho naught. No. Rho naught. Rho naught density in stagnation probe is given as 1.12 kilogram per meter cube. With a velocity of sound in reservoir is measured as 500 meter per second. അതെന്തായിരിക്കും? 500 meter per second ആണ്. അതെന്തായിരിക്കും? അതിൻ്റെ സിമ്പിൾ എന്താ? Sir, A naught. Yes, very good. A naught. A ആണ് വെലോസിറ്റി ഓഫ് സൗണ്ട്. പക്ഷേ റിസർവോയറിലാണ് പറഞ്ഞുകൊണ്ട് A naught ആണ്. A naught ഇത്തിരി തവണ തന്നിട്ടുള്ളൂ. ഈ രണ്ട് കാര്യങ്ങൾ തന്നിട്ടുള്ളൂ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് വേറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഡയമീറ്റർ ഓഫ് ത്രോട്ട് ഇറ്റ് ഈസ് ഗിവൺ ആസ് D equal to 1 D star എന്ന് പറയാം. 1 centimeter. D star equal to 1 centimeter. So here you want to find the value for maximum flow rate നോട്ടിക്കണം. M dot also maximum flow rate throat ആണ് കണ്ടിരിക്കേണ്ടത് അല്ലേ. maximum flow rate throat, that is M dot equal to rho AC ആണ്. M dot equal to rho AC. So here you want to find the value for maximum flow rate. So it is for throat. So rho star into A star into C star നോട്ടിക്കണം. Rho star, A star, C star. Rho star means E star by R T star അല്ലേ. T by R T ആണ് rho into A star into C star. So നമുക്ക് മാസ് ഫ്ലോ കണ്ടിരിക്കാൻ തന്നെ നമുക്ക് പ്രഷറും ടെമ്പറേച്ചറും ഒക്കെ വേണം. ബി പാർട്ട് കണ്ടുപിടിച്ചാൽ മാത്രമേ എ പാർട്ട് കിട്ടുള്ളൂ അല്ലേ.
എ പാർട്ടിന് മാസ് പ്രോഡക്റ്റ് ആണ് ത്രോട്ട് കണ്ടുപിടിക്കേണ്ടത്. സോ ഇറ്റ് ഈസ് റോ എ ക്യൂ സ്റ്റാർ. സോ അത് കണ്ടുപിടിക്കണം നമുക്ക് ആറും ടിയും ഒക്കെ വേണം, പിയും ടിയും ഒക്കെ വേണം. അപ്പോൾ ആദ്യം ഡി കിട്ടും, ഡി കിട്ടിയാലേ എ കിട്ടും. പ്രഷർ ടെമ്പറേച്ചർ ത്രോട്ട് കിട്ടണം. സോ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡാറ്റ ബുക്കിലേക്ക് പോകണം. അറ്റ് ത്രോട്ട് അല്ലേ, ത്രോട്ടിലെ ടി സ്റ്റാറും പി സ്റ്റാറും കിട്ടണമെങ്കിൽ ത്രോട്ട് തന്നെ പോകണം. ത്രോട്ട് വെച്ച് ഡാറ്റ ബുക്ക് മാക് നമ്പർ ഈക്വൽ ടു 1 ഗാമ 1.4. at mac number equal to 1 gamma 1.4. From isotropy table, mac number equal to 1 and gamma equal to 1.4. You will get the value for T star by T naught and T star by T naught. ഞാൻ കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടായിരിക്കും ക്വസ്റ്റ്യൻ എനോട് മുന്നിട്ടുള്ളത്? എനോട്ടും റോനോട് പറഞ്ഞിട്ടുള്ള എന്തിനായിരിക്കും? അല്ല, ഇവിടെ നമ്മൾ ഈ കണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് മാക്സിമം ഫോർ റേറ്റ് എന്ന പ്ലോട്ട്. ഈ രണ്ട് കാര്യം കാണിക്കാൻ നമുക്ക് എ നോട്ടിൻ്റെയും റോ നോട്ടിൻ്റെ ആവശ്യമുണ്ട്. ലീവാണ്. സോ കാരണം നമുക്ക് ഇവിടെ ടി നോട്ട് പി നോട്ടും അറിയില്ല അല്ലേ. നമുക്ക് ടി സ്റ്റാർ നമുക്ക് സാധാരണ അതിൽ എന്താണ്, നമ്മൾ ഇഫ് യു നോ ദ വാല്യൂ ഫോർ ടി നോട്ട് ആൻഡ് പി നോട്ട്, ഡാറ്റ കൊടുക്കുന്ന വാല്യൂ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ടി സ്റ്റാറും പി സ്റ്റാറും കിട്ടുമായിരുന്നു. ഇതിൽ
ഹലോ ഹലോ എണീച്ച് പോടാ. റെക്കോർഡിംഗ് ഇടാ. ആടാ ഓക്കെ, കേൾക്കാലോ? യെസ് സർ. അതാണ് കാര്യം. കാണുന്നില്ലേ സ്ക്രീൻ? യെസ് സർ. So thank you for the feedback. ക്ലാസ്സിന് കേട്ടായി അറിഞ്ഞില്ല. ഫീഡ്ബാക്ക്. സോ ഫ്രം മൈസൺ ടേബിൾ തന്നിരിക്കുന്ന എ നോട്ടും തന്നിട്ടുള്ള എ നോട്ടും റോ നോട്ടും വെച്ചിട്ട് നമുക്ക് പി നോട്ട് ടി നോട്ട് കണ്ടുപിടിക്കണം. സോ ദ ഇക്വേഷൻ ഈസ് എ equal to gamma t, a naught equal to gamma t naught. So you can find directly the value for t naught. Gamma. So 500 square by 1.4 into 87. It is the equation. You can find the value of a t naught directly from here. 622.2. 622.2. Okay. So how we can use the rho naught to find the p naught? നമ്മൾ റോ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. എം ഡോട്ട് ഈക്വൽ ടു റോ ഈസ് ഇൻ ഇക്വേഷൻ വി ആർ അഡാപ്റ്റിംഗ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ റോ ഈക്വൽ ടു പി ബൈ ആർ ടി അല്ലേ? റോ ഈക്വൽ ടു പി ബൈ ആർ ടി. സോ പി ഈക്വൽ ടു വി ക്യാൻ സേ പി ഈക്വൽ ടു റോ ആർ ടി. അതുകൊണ്ടാണ് നമ്മൾ റോയിന് പി ബൈ ആർ ടി എന്ന് കൊടുക്കുന്നത്. പി ഈക്വൽ ടു റോ ആർ ടി. സോ ദാറ്റ് വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് it as r rho equal to p by rt. So if this is p1, you can make gamma rho 1 p1. p2 ആണെങ്കിൽ rho 2 rt2. p3 ആണെങ്കിൽ rho 3 rt3. So here p naught ആണ് കണ്ടുപിടിക്കേണ്ടത്. p naught is rho naught into rt naught. p naught equal to rho naught into rt naught. Rho naught is given in a problem. r is a constant value. t naught ഇപ്പോൾ കണ്ടുപിടിച്ചു. So p naught also you can find out. So p naught t naught കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത് a naught റോ നോട്ട്. അപ്പോൾ അത് ആ ലോജിക്കാണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കണ്ടുപിടിക്കേണ്ടതൊക്കെ ക്വസ്റ്റ്യൻ എന്തായാലും തന്നിട്ടുണ്ടാവും. അത് കണ്ടുപിടിച്ചിട്ട് ആ രീതിയിൽ പ്രോബ്ലത്തിക്കാണ് വേണ്ടത്. പ്രോബ്ലം ഏത് നല്ല കാര്യങ്ങൾ ക്ലിയർ ആവും. വെറുതെ വായിച്ചിട്ട് ഒരു പ്രോബ്ലം ലോജിക്ക് മനസ്സിലാക്കിയാൽ അടുത്ത പ്രോബ്ലം ചെയ്യാമെന്നുള്ളത് മണ്ടത്തരാണ്, പറ്റില്ല. ടോട്ടലായിട്ട് ഒരു 10-15 പ്രോബ്ലമൊക്കെ നോക്കി വെച്ചാൽ നമുക്ക് ഏത് പ്രോബ്ലം വന്നാലും ചെയ്യാൻ പറ്റുന്ന. So p naught equal to rho naught or t naught. Rho naught is given as 1.12 kilogram per meter cube into 287 into t naught 622.2. We will get p naught. അതിന് 5.287 into 1.0 വലിയൊരു വാല്യൂ ആയിരുന്നു. സോ 5 പോയിന്റ്സ് ഇങ്ങോട്ട് 10⁵ ബാർ നോക്കിയാൽ 10⁵ ന്യൂട്ടൺ പെർ സെക്കൻഡ് കിട്ടും. 10⁵ കൊടുത്താൽ
ന്യൂട്ടൺ പെർ പാസ്കലാണ് കിട്ടുക. സോറി, പാസ്കലാണ് കിട്ടുക. പാസ്കൽ, കാരണം ന്യൂട്ടൺ പെർ നമ്മൾ കൊടുക്കുന്ന റോന്റെ വാല്യൂ മീറ്റർ ക്യൂബിലാണ്. ഓക്കെ, ആറിന് വാല്യൂ അതെ, നമുക്ക് അതിനെ കിട്ടുന്ന വാല്യൂ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. പാസ്കലാണ് കിട്ടുക. പാസ്കൽ വലിയൊരു വാല്യൂ ആയിരിക്കും, പാസ്കൽ കിട്ടും. സോ വലിയൊരു വാല്യൂ നമ്മൾ കുറച്ചിട്ട് നമ്മൾ 5 പോയിന്റ് വേഗത്തിൽ ഇൻറ്റു 10⁵ പാസ്കൽ നോക്കി കഴിഞ്ഞാൽ അത് ബാറായി. അപ്പോൾ എത്ര ബാർ നൽകാം നമുക്ക്? 2 ബാർ, 2 പോയിന്റ് സംതിങ് ഒക്കെ വലിയൊരു വാല്യൂ ആണ് കിട്ടുക. 200 സംതിങ് ഒക്കെ വലിയൊരു വാല്യൂ കിട്ടും. സോ നമ്മളതിന് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിന്റ് സംതിങ് ഇൻ 10⁵ പാസ്കൽ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 ബാർ എന്ന് വായിക്കാം. അല്ലെങ്കിൽ കിട്ടിയ വാല്യൂ അങ്ങനെ തന്നെ എഴുതാം. എനിത്തിങ് യു ക്യാൻ ചൂസ്. സോ ആഫ്റ്റർ ഫൈൻഡ് ദ വാല്യൂ ഫോർ P0 and T0, just substitute the value in that equation. P0 and just to find the value T star and P star. After finding P0 T0, just find the value for T star and P star. That is the B part question. Part B. Pressure and temperature throughout. P0 T0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് directly find the value for T star and P star. Okay. After finding T star and P star, you will get the values for second question, part B question. And after knowing the value for P star, you substitute the value in that equation. M dot equal to I equation substitute ചെയ്യാം. അവിടെ നമുക്ക് ഏരിയ അറിയില്ല അല്ലേ, എ സ്റ്റാർ അറിയില്ല, പക്ഷേ ഡി സ്റ്റാർ വന്നിട്ടുണ്ട് ക്വസ്റ്റനിൽ. ദ ഡയമീറ്റർ ഓഫ് ത്രോട്ട് ഈസ് ഗിവൺ, ഡി സ്റ്റാർ ഈസ് ഗിവൺ ആസ് 1 സെന്റിമീറ്റർ. ഏരിയ കണ്ടുപിടിക്കുക. ഏരിയ അറിയാമല്ലോ, സർക്കുലർ ആയിരിക്കും. ഡയമീറ്റർ എന്നവരൊക്കെ സർക്കുലർ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് ഡയമീറ്റർ തരുന്നത്. സോ 5/4 d square ആണ്. 5/4 d square. D is given in centimeter, convert into meter. 0.01 square. 1 centimeter മീറ്ററിലേക്ക് മാറ്റുക ഏരിയ കണ്ടുപിടിക്കുമ്പോൾ. സോ ഏരിയ എന്ന് പറയുന്നത് 5/4 d square ആയിരിക്കും. എ സ്റ്റാർ d star വന്നുകൊണ്ട് എ സ്റ്റാർ കിട്ടും. Thereafter m dot equal to rho star a star c star. Rho is P/RT, that is P star by R into T star. P star and T star is already find out. R equal to 87 into A star. A star ഇവിടുന്ന് കിട്ടും into C star. C star is C star എന്തായിരിക്കും? C star equal to A star അല്ലേ, റോട്ട് അല്ലേ? റോട്ട് ആയതുകൊണ്ട് C star equal to A star ആണ്. ഗാമ T star, ഗാമ അറേ T star. T star very simple problem. Just to find the value, so think that we can data book കിട്ടുന്ന വാല്യൂസ് നമ്മൾ ഡാറ്റ ബുക്ക് യൂസ് ചെയ്യും. തന്നിരിക്കുന്ന ഡാറ്റാസ് വെച്ചിട്ട് അങ്ങനെ ഡാറ്റ ബുക്ക് യൂസ് ചെയ്ത് അങ്ങനെ തന്നിരിക്കുന്ന റിലേഷൻസ് വെച്ചിട്ട് കണ്ടിരിക്കണം. സോ ഇതേപോലുള്ള ഒരുപാട് പ്രോബ്ലംസ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട്. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ഹോംവർക്ക് തരാം. നിങ്ങൾ ഇന്ന് ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അടുത്ത ഓഫ്ലൈൻ ക്ലാസ് വരുന്നതിന് മുന്നേ നിങ്ങളത് ചെയ്തിട്ടില്ല. ഞാനതെക്കുറിച്ച് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കും. ഇതുവരെ നമ്മൾ ചെയ്ത മെത്തേഡിൽ വരുന്ന ഊഹത്തിലെ തന്നെയാണ്. ഇതിന് മുമ്പേ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ഇതുവരെ ചെയ്ത ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാം. സോ അതല്ലെങ്കിൽ നമുക്ക് അന്ന് ഡിസ്കസ് ചെയ്യാത്ത ക്ലാസ് കഴിയുമ്പോൾ പക്ഷേ പ്രോബ്ലം എഴുതി വെച്ചോ. ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് മാഗ്നമറി ഈസ് നോട്ട് ഗിവൺ ഹിയർ. ക്വസ്റ്റ്യൻ എഴുതിയിട്ട് പറയാം. ആഫ്റ്റർ കംപ്ലീറ്റിംഗ് പ്രോബ്ലം അതിൻ്റെ സ്പേസ് ഒഴിച്ച് വിടുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് റൈറ്റ് നെക്സ്റ്റ് പ്രോബ്ലം. A supersonic nozzle air, നോസിലോട്ട് വരുന്ന എയർ, a supersonic nozzle air from T0 equal to 25 bar and T0 equal to 1050 bar, 1050 bar, sorry, T0 equal to Kelvin, 1050 Kelvin,
1050 Kelvin. A supersonic nozzle air from P naught equal to 25 bar and T naught equal to 1050 Kelvin to an exit pressure of a supersonic nozzle supplies air from NATO. Supplies a supersonic nozzle supplies air from P naught equal to 25 bar and T naught equal to 1050 Kelvin to an exit pressure of 4.35 bar. 4.35 bar to an exit pressure of 4.35 bar. The exit area of nozzle is exit area of nozzle is 100 centimeter square. Exit area of nozzle is 100 centimeter square. And first one, throat area. Second one, pressure and temperature at throat. Third question, temperature at exit. Temperature at exit. Fourth one, exit velocity as a fraction of maximum attainable velocity. അതെന്താണ് ഞാൻ പറഞ്ഞുതരാം. Exit velocity as fraction of maximum attainable velocity. Maximum velocity itself. Exit velocity as a fraction of maximum velocity. And last question is mass flow rate. ഇതൊക്കെ ഓരോന്നോരോന്ന് കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കണം. ഒന്ന് കാണിച്ചാലേ മറ്റേ കിട്ടുള്ളൂ. ആ ലെവലിൽ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റാസ് എഴുതി വെക്കുക. എന്താണ് ടി നോട്ട് തന്നിട്ടുണ്ട്. ടി നോട്ട് വാല്യൂ ഗിവൺ ടി നോട്ട് വാല്യൂ തന്നിട്ടുണ്ട്. എക്സിറ്റ് പ്രഷർ T2 is given. Area of nozzle, exit area of nozzle, that is A2 തന്നിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. P2 വന്നിട്ടുണ്ട്, P0 വന്നിട്ടുണ്ട്. P2 by P0 എടുക്കുക, ഡാറ്റ പോയി കഴിഞ്ഞാൽ എക്സിറ്റിലേക്ക് അഡീഷണൽ എല്ലാം കിട്ടും അല്ലേ. T2 by P0 എടുത്ത് ഡാറ്റ ബുക്കിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് M2 കിട്ടും, T2 by T0 കിട്ടും, A2 by A സ്റ്റാർ, അങ്ങനെ കാര്യങ്ങളെല്ലാം കിട്ടും. ത്രോട്ട് ഏരിയ കിട്ടണമെങ്കിൽ എന്താണ് A2 by A സ്റ്റാർ അവിടെ നിന്ന് കിട്ടും അല്ലേ. A2 by നമുക്കറിയാം, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ A സ്റ്റാർ അവിടെ നിന്ന് കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരമായി. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ത്രോട്ട് അത് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. T0 അറിയാം, T0 കൃത്യമായിട്ട് കിട്ടും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരമായി. ടിക്കറ്റ് എക്സിറ്റ് അതും അവിടെ തന്നെ കിട്ടി. മൂന്ന് ക്വസ്റ്റ്യന് കിട്ടി. ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻ എക്സിറ്റ് വെലോസിറ്റി ആസ് എ ഫ്രാക്ഷൻ ഓഫ് മാക്സിമം അറ്റൈനബിൾ വെലോസിറ്റി. ആസ് എ ഫ്രാക്ഷൻ ഓഫ് മാക്സിമം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എക്സിറ്റ് വെലോസിറ്റി എത്രയാണെന്ന് കണ്ടുപിടിക്കുക. C2 ഡിവൈഡഡ് ബൈ ആസ് എ ഫ്രാക്ഷൻ ഓഫ് മാക്സിമം വെലോസിറ്റി C2 by Cmax എന്നാണ് കണ്ടുപിടിക്കുന്നത്. Cmax ഒക്കെ കണ്ടുപിടിക്കാൻ ഇക്വേഷനൊക്കെ ഫസ്റ്റ് മോഡ്യൂൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പ്രോബ്ലംസ് മാക്സിമം വെലോസിറ്റി ആ ഇക്വേഷൻ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. സോ C2 by Cmax ആണ് ഫോർത്ത് വൺ. Exit velocity as a fraction of maximum velocity. And last one, m dot. Okay. So take as a homework and complete it by next class or by contact class. That is all for now session.